ചരിത്രപ്രസിദ്ധമായ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി യുഗസംവാദം സംഘടിപ്പിച്ചു. 100 പ്രഭാഷണങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വർക്കല മുനിസിപ്പൽ പാർക്കിൽ അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ സുനിൽ പി ഇളയിടം നിർവഹിച്ചു. എന്തുകൊണ്ടാണ് ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ശതാബ്ദി പ്രധാനമായി തീരുന്നത്? ഡിവൈഎഫ്ഐ 100 സമ്മേളനങ്ങളിലൂടെ ഈ ശതാബ്ദിയെ അർത്ഥപൂർണമാക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയർത്തുമ്പോഴാണ് വാസ്തവത്തിൽ വെറുമൊരു സംഭാഷണം എന്നതിനപ്പുറം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ജീവിതത്തെ നിർണയിച്ച 2 മഹാമനീഷികൾക്കിടയിലുള്ള സംഭാഷണം എന്നതിനപ്പുറം ഒരുപക്ഷെ ചരിത്രപരമായി വളരെ യുഗനിർണായകമായ സ്വാധീനമുള്ള ഒന്നായി ആ സംഭാഷണം മാറിത്തീർന്നു എന്നതിൻ്റെ പ്രാധാന്യം നമുക്കപ്പോഴാണ് മനസ്സിലാവുക. സ്വാമി ശുഭാംഗാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി. 100 വർഷങ്ങൾക്ക് മുമ്പ് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ഭേദചിന്ത കണ്ടിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഭേദചിന്തകളെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവനും തുടർന്നു വന്ന നവോത്ഥാനം ആഗ്രഹിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നേർവഴിക്ക് നയിക്കുവാൻ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. വി ജോയി MLA, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, പ്രസിഡന്റ് V വസീഫ്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ഷിജു ഖാൻ, ഡോക്ടർ ചിന്താ ജെറോം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V അനൂപ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AM അൻസാരി, LS ലിജു, VA വിനീഷ്, SS നിതിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധിജി ആണെങ്കിലും രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിലും അതുപോലുള്ള പ്രധാനികളെല്ലാം ഈ ചർച്ചകളുടെ എല്ലാം അവസാനത്തിൽ ഗുരുവിൻ്റെ വാക്യങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഗുരുവിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ ഋഷിവര്യന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും വിപ്ലവകാരികളുമെല്ലാം ചെയ്യുന്നത് അതാത് കാലത്തെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഗുരു അതാത് കാലത്തെ അഡ്രസ്സ് ചെയ്തു എന്നതിലുപരി ഒരു 10-100 വർഷം അപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ കൂടി ഗുരുവിന് കാണാനും മനസ്സിലാക്കാനും അതിനെക്കൂടി അഡ്രസ്സ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അത് വിവാഹമാവുമ്പോൾ, മരണമാവുമ്പോൾ, മറ്റെന്തെങ്കിലും ചടങ്ങുകളാവുമ്പോൾ അതെല്ലാം കൂടുതൽ ശക്തി പ്രാപിച്ച് വരുന്നു. നമ്മുടെ മലയാളത്തിലെ പത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ, അതിൻ്റെ പരസ്യ പേജുകളെടുത്ത് പരിശോധിച്ചാൽ അവിടെയെല്ലാം ജാതി തിരിച്ച്, മതം തിരിച്ച്, വർണ്ണം തിരിച്ചുള്ള പരസ്യങ്ങൾ ഈ മലയാളത്തിൽ ഉണ്ടാവുന്നു എന്ന് നാം കാണേണ്ടതുണ്ട്. ഇപ്പോൾ സാംസ്കാരിക നവോത്ഥാന കേരളം എന്നെല്ലാം നമ്മളിങ്ങനെ അഭിമാനത്തോടു കൂടി ഇങ്ങനെ പറയുമ്പോഴും അതിനകത്തെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രവണതകളെ അതിശക്തമായി ചോദ്യം ചെയ്യാൻ എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരേണ്ടതുണ്ട്. ഡിവൈഎഫ്ഐ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്. ഗാന്ധി ഗുരു സംവാദ ശതാബ്ദി എന്ന പേരിൽ യുഗസംവാദം സംഘടിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ 100 കേന്ദ്രങ്ങളിൽ യുഗസംവാദം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ യുഗസംവാദത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ചരിത്ര പ്രാധാന്യമുള്ള നവോത്ഥാന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ നാട്ടിൽ വെച്ചിട്ട് സംഘടിപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. ബീക്കൺ ന്യൂസ്, വർക്കല.